العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد റഹ്മാനും റഹീമുമായ അല്ലാഹ്, പരിശുദ്ധമായ റമളാനിലെ പുണ്യമേറിയ രാവ് അല്ലാഹുവേ, നാട്ടിലുള്ളവർക്കെല്ലാം ഇന്ന് 21-ന്റെ രാവാണ്. ഈ പുണ്യമേറിയ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാവിലെ അല്ലാഹുവേ, ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് ഖുർആനോദി, ദിക്ർ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, ഹദ്ദാദ് ചൊല്ലി, അസ്മാഉൽ ഹുസ്ന ചൊല്ലി അല്ലാഹുവേ നിന്നിലേക്ക് നീട്ടിയ കരങ്ങളാണ്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാഹ്, ഖബൂൽ ചെയ്യണേ അല്ലാഹ്, ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്, ഞങ്ങളെ ദുആഇന് നീ ഇജാബത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളെ മജ്ലിസ് നീ ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാഹ്, നിന്റെ അടുക്കൽ ഖബൂലിയത്തുള്ള മജ്ലിസാക്കണേ അല്ലാഹ്, നീ പൊരുത്തപ്പെടുന്ന മജ്ലിസാക്കണേ അല്ലാഹ്, നീ ഖബൂൽ ചെയ്യുന്ന മജ്ലിസാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് പോരായ്മകള് അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും റബ്ബായ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. ഈ റമളാൻ ഞങ്ങളുടെ ജീവിതത്തിലെ അവസാനത്തെ റമളാനാക്കല്ലേ അല്ലാഹ്. ദീർഘായുസ് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, എല്ലാ ഖൈറിന്റെ വാതിലുകളും നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്, എല്ലാ ഖൈറുകളും നീ ചൊരിയണേ അല്ലാഹ്. ഒരാളെ മുന്നിലും ഞങ്ങളെ നീ ഐബാക്കല്ല അല്ലാഹ്, ഞങ്ങളെ നീ വഷളാക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ ഇസ്സത്തിൽ നിന്ന് ഇസ്സത്തിലേക്ക് നീ ഉയർത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ ശത്രുക്കൾക്ക് ഞങ്ങൾ കാരണം സന്തോഷിക്കാനുള്ള ഒരു വകുപ്പും നീ നൽകല്ലേ റഹ്മാനെ. ഞങ്ങളെ ഈമാനും തഖ്വയും നീ നിലനിർത്തണേ അല്ലാഹ്. മരണം വരെ ഞങ്ങളെ നിന്റെ ദീനിലാക്കി നിലനിർത്തി തരണേ അല്ലാഹ്. ഞങ്ങളെ ഖൽബ് നീ നന്നാക്കി തരണേ അല്ലാഹ്. ആരോടും പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, വെറുപ്പില്ലാത്ത ഖൽബാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നല്ലത് ചെയ്യാനും നല്ലത് ചിന്തിക്കാനും നല്ലതിനു വേണ്ടി പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ റമളാൻ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ റമളാൻ നാളെ നിന്റെ അടുക്കൽ വന്ന് അനുകൂലമായി സാക്ഷി പറയുന്ന റമളാനാക്കണേ റഹ്മാനെ. ഞങ്ങൾക്കെതിരായി സാക്ഷി പറയുന്ന റമളാനാക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ജീവിതത്തിൽ എന്തെല്ലാം നന്മകൾ ചെയ്തോ അതെല്ലാം നാളെ ഖബറിൽ ഒരു നേരം പോക്കാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തന്ന് ഒന്നുപോലും നീ ഖബറിലേക്ക് മാറ്റിവെക്കല്ലേ അല്ലാഹ്, നീ മഹ്ശറയിലേക്ക് മാറ്റിവെക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഏൽപ്പിച്ച ഒരുപാട് മുത്തുമൂമിനീങ്ങൾ, മുത്തുമൂമിനാത്തുകൾ നീറുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, വിവാഹപ്രായമായ മക്കളായവരുണ്ട്, ഗർഭിണികളായ സഹോദരിമാരുണ്ട്, ഗർഭവുമായി ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, ഐസിയുവിലുള്ളവരുണ്ട്, വെന്റിലേറ്ററിലുള്ളവരുണ്ട്, മരണത്തെ മുഖാമുഖം കണ്ട് കഴിയുന്നവരുണ്ട്. യാ അല്ലാഹ്, അവരുടെ പേരും അവരുടെ നാടും അവരുടെ വിവരങ്ങളുമെല്ലാം ഖാലിഖായ റബ്ബായ നിനക്കറിയാമല്ലോ അല്ലാഹ്. ലക്ഷക്കണക്കിന് രൂപ കടങ്ങളുള്ളവരുണ്ട്, ലക്ഷങ്ങളും കോടികളും കിട്ടാനുള്ളവരുണ്ട്. അല്ലാഹുവേ, ജയിലുകളിൽ അകപ്പെട്ടു പോയവരുണ്ട്, ഇഖാമയുടെ പ്രശ്നങ്ങളുള്ളവരുണ്ട്, സാമ്പത്തികമായ പ്രശ്നങ്ങളുള്ളവരുണ്ട്. യാ അല്ലാഹ്, ജോലി സംബന്ധമായ വിഷയങ്ങൾ പറഞ്ഞ് പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട്. റബ്ബേ,
നീറുന്ന നിരവധി പ്രശ്നങ്ങളുമായി ഞങ്ങളെ സമീപിച്ചവരുണ്ട്. ഒന്ന് കൽബ് നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പലപ്പോഴായി തെറ്റുകളിലേക്ക് അറിയാതെ നീങ്ങിപ്പോവുകയാണ്. പരിഹാരം എന്താണെന്ന് ചോദിച്ചു വന്നവരുണ്ട്. അല്ലാഹുവേ, നഷ്ടപ്പെട്ട സ്വത്തുക്കൾ തിരിച്ചു കിട്ടാൻ ആഗ്രഹിച്ച് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. പരീക്ഷകൾ എഴുതുന്നവരുണ്ട്, എഴുതിയ റിസൾട്ട് കാത്തു നിൽക്കുന്നവരുണ്ട്. യാ റബ്ബ് യാ റബ്ബ്, എല്ലാവരുടെയും എല്ലാ ഖൈറായ മുറാദുകളും ഖാലിഖായ റാസിഖായ റബ്ബായ നീ ഹസുലാക്കി കൊടുക്കണേ അല്ലാഹ്. ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, നിങ്ങൾക്ക് ഞാൻ ഉത്തരം തരാമെന്ന് നിന്റെ ഖുർആനിൽ നീ തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത്. ആ ആയത്തിന്റെ മുമ്പ് നീ വിശുദ്ധമായ റമളാനിനെയാണ് പരിചയപ്പെടുത്തിയത്. മഹാന്മാര് രേഖപ്പെടുത്തി വച്ചില്ലേ ആ രണ്ട് ആയത്തുകളും തമ്മിലുള്ള ബന്ധം. വിശുദ്ധമായ റമളാൻ ധാരാളം ചോദിക്കേണ്ട മാസമാണ്. നിന്നോട് ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നീ ഞങ്ങളെ കബൂൽ ചെയ്യണേ അല്ലാ. ദീർഘായുസ് തരണേ അല്ലാ, ആഫിയത്ത് തരണേ അല്ലാ, ആരോഗ്യം തരണേ അല്ലാ. ഞങ്ങളെ മക്കളെ നീ നല്ല മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ, മയക്കുമരുന്നിന്റെ ഡ്രഗ്സിന്റെ മഹാനീരാളിത്തത്തിൽ നിന്ന് ഞങ്ങളെ മക്കളെ, നാട്ടുകാരെ, കുടുംബങ്ങളെ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാ. ഉമ്മയുടെ വയറ്റിലേക്ക് കത്തിയിറക്കുന്ന മക്കള്, കഴുത്തിലേക്ക് കത്തിവെക്കുന്ന മക്കള്, സ്വന്തം ഭാര്യയെ വളരെ നിഷ്ഠൂരമായി കൊന്നുകളയുന്ന ആളുകള്. അല്ലാ, എന്തുമാത്രം വേദനാജനകമായ വാർത്തകളാണ് ഓരോ ദിവസവും ഞങ്ങൾ കേൾക്കുന്നത്. ഇനി എപ്പോഴാണ്, അതെവിടെയാണ് കേൾക്കുകയെന്ന് ഞങ്ങൾക്കറിയൂല. നമ്മുടെ വീട്ടിൽ നിന്ന് എപ്പോഴാണ് ആ വാർത്തകൾ കേൾക്കുകയെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. റബ്ബായ നീയല്ലാതെ ഞങ്ങൾക്കാരുമില്ല അല്ലാ. നീ കാവലാകണേ റഹ്മാനെ, നീ രക്ഷയാകണേ അല്ലാ. ഞങ്ങളെ മക്കളെ നീ നല്ല മക്കളാക്കണേ അല്ലാ, അതബുള്ള മക്കളാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. ഞങ്ങൾ എന്താണോ ആ മക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതിനപ്പുറത്തേക്ക് ലോകോത്തര പ്രതിഭകളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളാക്കിയ ഞങ്ങളെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം നൽകണേ റഹ്മാനെ. ഹംസ ഹാജിയുടെ ഉമ്മ, അല്ലാഹുവേ, ഞങ്ങളെ മദനിയത്തിലെ ഉമ്മയാണ്, വയസ്സായ ഉമ്മയാണ്. റബ്ബേ, ചെവിക്ക് ചെറിയ പ്രയാസങ്ങളുണ്ട്. കാമിലായ ആജിലായ ഷിഫായിനെ നീ കൊടുക്കണേ അല്ലാ. നല്ല റാഹത്ത് ഉമ്മാക്ക് നീ നൽകണേ റഹ്മാനെ. വേദനകളെല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഒരുപാട് കാലം ആ ഉമ്മാന്റെ തണല് ഞങ്ങൾക്ക് നീട്ടിത്തരണേ റഹ്മാനെ. ഞങ്ങളെ വീട്ടിലേക്ക് വരുമ്പോ ഞങ്ങളെ സ്വീകരിക്കാൻ ഇനിയും ഒരുപാട് കാലം ആ ഉമ്മയുടെ തണല് ഞങ്ങൾക്ക് നീ നീട്ടിത്തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഉപ്പാന്റെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. ഈ മജ്ലിസിൽ വെച്ച് ഞങ്ങൾ ഓതിയ ഖുർആനും ദിക്റും സ്വലാത്തും ഹദ്ദാദും അസ്മാഉൽ ഹുസ്നയും അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട ബാപ്പാന്റെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, മക്കൾക്കും മക്കളെ മക്കൾക്കും പേരക്കുട്ടികൾക്കും പുള്ളിമാർക്കും എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, നല്ല മക്കളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ റാഷിദിന് നീ വലിയ ബറക്കത്ത് ചെയ്യണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. കച്ചവടത്തിലും ബിസിനസ്സിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ. വലിയ ഇസ്സത്തിൽ നിന്ന് ഇസ്സത്തിലേക്ക് നീ ഉയർത്തണേ അല്ലാ. കിട്ടാനുള്ളതെല്ലാം കയ്യിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ ഭാര്യ യാ അല്ലാഹ് എൻ്റെ ജ്യേഷ്ഠന്റെ മകളാണ്. അല്ലാഹുവേ, നീ ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. നല്ല മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ, ആ മക്കളെല്ലാ മക്കളെയും നീ നല്ല മക്കളാക്കണേ അല്ലാ. ഫാത്തിമ ഗർഭിണിയാണ്, നല്ല റാഹത്തുള്ള സുഖപ്രസവം നൽകണേ അല്ലാ. നല്ല ഇസ്സത്ത് നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, മറിയം എന്ന മോളെയും നീ നല്ല മോളാക്കണേ അല്ലാ. ഇസ്സത്തുള്ള ജീവിതം നീ നൽകണേ റഹ്മാനെ. അവരുടെ ഉമ്മ റംല അമ്മായി ഖബറിലാണ്. യാ അല്ലാഹ്,
ഈ മജ്ലിസിൽ വച്ച് ഞങ്ങൾ ഓതിയ ഖുർആൻ, ദിക്ർ, സ്വലാത്ത്, ഹദ്ദാദ്, അസ്മാഉൽ ഹുസ്ന എല്ലാം ആ ഉമ്മാന്റെ ഖബറിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. ഖബർ നീ വിശാലമാക്കണേ അല്ലാ, സ്വർഗത്തിന്റെ വീടാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, എന്നും ഖുർആനും ദിക്റുമൊക്കെ നന്നായി ചൊല്ലുന്ന അമ്മായിയായിരുന്നു റബ്ബേ. ഖബർ നീ വിശാലമാക്കണേ അല്ലാ. ഈ മജ്ലിസിന്റെ മുന്തിയ മിസ്ല് സവാബ് ഖബറിലേക്ക് എത്തിച്ച് വലിയ സന്തോഷം ഖബറിൽ നീ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഉപ്പക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ വർഷം ഹജ്ജിന് ഉദ്ദേശിച്ചിട്ടുണ്ട്, നീ റാഹത്തിലാക്കണേ അല്ലാ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർളിയായ സിയാറത്തും നീ നൽകണേ അല്ലാ. അല്ലാഹുവേ, റാഷിദിന്റെ ഉമ്മക്കും ഉപ്പക്കും കുടുംബത്തിലെ എല്ലാവർക്കും വാപ്പയുടെ അനുജനും അവരുടെ എല്ലാ കുടുംബങ്ങൾക്കും നീ ഖൈറും ബറക്കത്തും ചൊരിയണേ അല്ലാ. അല്ലാഹുവേ, ഹംസാജിയുടെ സഹോദരിമാര് മദനിയത്തിന്റെ കുടുംബങ്ങളാണ്, നാട്ടിലാണുള്ളത്, നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അവരെ മുറാദും നീ ഹാസുലാക്കണേ അല്ലാ. അമ്മായി മരിച്ചെങ്കിലും അതേ ഉമ്മയെ പോലത്തൊരു ഉമ്മയെ നീ കൊടുത്തല്ലോ അല്ലാ. നല്ല റാഹത്തോടെ സന്തോഷത്തോടെ ഒരുപാട് കാലം ഒന്നിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാ. ഇവിടെ ഒരുപാട് കുടുംബങ്ങളുണ്ട്, വേണ്ടപ്പെട്ടവരുണ്ട്, ജ്യേഷ്ഠന്റെ മക്കൾ, അനുജന്റെ മക്കളുണ്ട്, അനുജന്മാരുണ്ട്, കുടുംബങ്ങളുണ്ട്. എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും ചൊരിയണേ അല്ലാ. അല്ലാഹുവേ, മകൾക്ക് നീ നല്ല എത്രയും പെട്ടെന്ന് നല്ല റാഹത്തോടെ ഗർഭിണിയാകാനും നല്ല സുഖമുള്ള നല്ല റാഹത്തോടെ മക്കളെ പ്രസവിക്കാനും നീ തൗഫീഖ് നൽകണേ അല്ലാ. അടുത്ത റമളാനിന് ഇവിടെ വരുമ്പോ ആ സന്തോഷം ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ റഹ്മാനെ, നീ കാണിച്ചു തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ഉസ്താദ് ശൈഖുന സയ്യിദ് ഹസനുൽ അഹ്ദൽ തങ്ങൾ ഉസ്താദിനെ ആദരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കാസർഗോഡ് വലിയ പരിപാടി സംഘടിപ്പിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് പരിപാടിയുടെ സ്വാഗത സംഘം ഓഫീസായി പ്രവർത്തിച്ചത് കാസർഗോഡ് ടൗണിലുള്ള പ്രിയപ്പെട്ട റാഷിദിന്റെ ബിൽഡിംഗ് ആയിരുന്നു. അൽഹംദുലില്ലാഹ് വളരെ പ്രൗഢമായൊരു പരിപാടി ഞങ്ങൾ നടത്തി. അല്ലാഹുവേ, അതിലൊക്കെ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ, ഇസ്സത്തിലാക്കണേ അല്ലാ. എല്ലാ ശൈത്വാനിന്റെയും എല്ലാ ഷർറുകളും ബലാഉം മുസീബത്തുകളും നീ തട്ടി ദൂരത്താക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ആ സ്ഥാപനം എന്താണോ ഖൈർ, ആ ഖൈറായ രൂപത്തിൽ നീ അത് ആക്കി കൊടുക്കണേ അല്ലാ. എല്ലാ ഷർറുകളും നീ തട്ടി ദൂരത്താക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ബന്ധം സ്വർഗത്തിലേക്കുള്ള ബന്ധമാക്കണേ അല്ലാ. ഒരുപാട് ആളുകൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാ മുറാദുകളും നീ ഹാസുലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ആഫിയത്ത് തരണേ അല്ലാ. ഒരു അപകടത്തിലും പെടുത്തല്ല അല്ലാ, ഒരു ആക്സിഡന്റിലും പെടുത്തല്ല അല്ലാ. ഞങ്ങൾ ഇന്നും ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടു വലിയ ആക്സിഡന്റുകൾ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ കാവലാകണേ അല്ലാ. ഒരു ദുരന്തത്തിലും ഞങ്ങളെ നീ പെടുത്തല്ലേ റഹ്മാനെ. അല്ലാഹുവേ, മലേഷ്യയിലെ വെള്ളപ്പൊക്കം വന്ന് എത്രയോ വീടുകൾ വെള്ളത്തിന്റെ അടിയിലാണ്. നീ കാവലാകണേ റഹ്മാനെ. എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, വേറെ രാജ്യങ്ങളിലും പാവപ്പെട്ട മുസ്ലിമീങ്ങൾ വലിയ വേദനകളും പ്രയാസങ്ങളും അനുഭവിക്കുകയാണ്. ശുഹദാക്കളുടെ ലിസ്റ്റിൽ നീ പെടുത്തണേ അല്ലാ. നീ അവർക്ക് കാവലാകണേ അല്ലാ. ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, റാഷിദിന്റെ മക്കളെ നീ നല്ല മക്കളാക്കണേ അല്ലാ. നല്ല ലോകോത്തര പ്രതിഭകളാക്കണേ റഹ്മാനെ. നല്ല ബുദ്ധിശക്തിയുള്ള മക്കളാക്കണേ അല്ലാ. നല്ല അഖലും നല്ല കഴിവുമുള്ള മക്കളാക്കണേ അല്ലാ. ഒരുപാട് മക്കളുണ്ട്, എല്ലാ മക്കളെയും നീ നല്ല മക്കളാക്കണേ അല്ലാ. എല്ലാം നീ റാഹത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ, കഴിഞ്ഞ റമളാനിലും ഞങ്ങൾ ഇവിടെ വന്നിരുന്നു. ഇനിയും ഒരുപാട് റമളാനുകളിൽ വരാനുള്ള ആഫിയത്തും ആരോഗ്യവും തൗഫീഖും ഞങ്ങൾക്കും ഞങ്ങളെ സ്വീകരിക്കാനും നീ ഇവർക്കും നീ തൗഫീഖ് തരണേ അല്ലാ. നല്ല ഭക്ഷണം തന്നു ഞങ്ങളെ നോമ്പ് തുറപ്പിച്ചു റബ്ബേ. ഞങ്ങളുടെ നോമ്പിന്റെ കൂലി അവർക്കും നീ നൽകണേ അല്ലാ. അല്ലാഹുവേ, സ്വർഗത്തിൽ വെച്ച് നീ സൽക്കരിക്കണേ അല്ലാ.
ഈ വീട്ടിലുള്ള എല്ലാ ഉമ്മമാർക്കും സഹോദരിമാർക്കും, അതുപോലെ കാസർഗോഡുള്ള ഉമ്മ സഹോദരി ഉണ്ട് ഈ വീട്ടില്, അല്ലാഹുവേ അവരുടെ കുടുംബങ്ങൾക്കും എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം നൽകണേ റഹ്മാനേ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ബിഹഖ്